വെൽക്കം ടു ടെക് യു ജി സി ക്രാക്കർ. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് യു ജി സി നെറ്റിന് അഡ്രസ്സിംഗ് മോഡിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യു ജി സി നെറ്റ് നവംബർ 2017 ചോദിച്ചിട്ടുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് അഡ്രസ്സിംഗ് മോഡ് ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ടു ആക്സസ് എലമെൻറ്റ്സ് ഓഫ് ആൻ array ഓഫ് കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസ്? ഓപ്ഷൻസ്: ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ്, ബേസ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്, റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ്, ഡിസ്പ്ലേസ്മെൻറ്റ് അഡ്രസ്സിംഗ് മോഡ്. അപ്പം അറയിലെ മെമ്മറി എലമെൻറ്റ്സ് ആക്സസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള അഡ്രസ്സിംഗ് മോഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡാണ് ബെസ്റ്റായിട്ടുള്ളത് അറയിലെ എലമെൻറ്റ്സ് ആക്സസ് ചെയ്യാൻ. അതിൽ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ ഇൻഡെക്സിൻ്റെ കൂടെ ഡിസ്പ്ലേസ്മെൻറ്റ് ആഡ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, യു ജി സി നെറ്റ് 2016 ഓഗസ്റ്റിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണിത്. ഇൻ ഡാഷ് അഡ്രസ്സിംഗ് മോഡ് ദ ഓപ്പറാൻഡ്സ് ആർ സ്റ്റോർഡ് ഇൻ ദ മെമ്മറി. ദ അഡ്രസ് ഓഫ് ദ കറസ്പോണ്ടിങ് മെമ്മറി ലൊക്കേഷൻ ഈസ് ഗീവൺ ഇൻ എ രജിസ്റ്റർ വിച്ച് ഈസ് സ്പെസിഫൈഡ് ഇൻ ദ ഇൻസ്ട്രക്ഷൻ. ഓപ്ഷൻസ്: രജിസ്റ്റർ ഇൻ ഡയറക്റ്റ്, രജിസ്റ്റർ ഇൻഡയറക്റ്റ്, ബേസ് ഇൻഡെക്സ്ഡ്, ഡിസ്പ്ലേസ്മെൻറ്റ്. ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് ഇൻസ്ട്രക്ഷനിൽ രജിസ്റ്റർ തന്നേക്കും. ആ രജിസ്റ്ററിൽ ഓപ്പറാൻഡ് എവിടെയാണോ കിടക്കുന്നത് അതിൻ്റെ അഡ്രസ്സായിരിക്കും ആ രജിസ്റ്ററിൽ വരുന്നത്. അത് രജിസ്റ്റർ ഇൻഡയറക്റ്റ് ആണ്. നെക്സ്റ്റ്, ഇത് നെറ്റ് 2019 ജൂണിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. വിച്ച് ടൈപ്പ് ഓഫ് അഡ്രസ്സിംഗ് മോഡ് ലെസ് നമ്പർ ഓഫ് മെമ്മറി റെഫറൻസസ് ആർ റിക്വേർഡ്? ഓപ്ഷൻസ്: ഇമ്മീഡിയറ്റ്, ഇംപ്ലൈഡ്, രജിസ്റ്റർ, ഇൻഡെക്സ്ഡ്. ഇമ്മീഡിയറ്റിനും ഇംപ്ലൈഡിനും രജിസ്റ്ററിനും മെമ്മറി റെഫറൻസസ് ആവശ്യമില്ല. ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡിന് മാത്രമേ മെമ്മറി റെഫറൻസ് ആവശ്യമായിട്ട് വരത്തുള്ളൂ. അപ്പം ക്വസ്റ്റ്യന് മോർ നമ്പർ ഓഫ് മെമ്മറി റെഫറൻസസ് ആർ റിക്വേർഡ് എന്നായിരുന്നെങ്കിൽ ഓപ്ഷൻ 4 ഇൻഡെക്സ്ഡ് വന്നേനെ. ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡിന് ഒരു മെമ്മറി റെഫറൻസ് യൂസ് ചെയ്യും. അപ്പം ഇതിന് എല്ലാ ഓപ്ഷൻസിനും മാർക്ക് ഇട്ടായിരുന്നു. ദെൻ യു ജി സി നെറ്റ് 2016 ജൂലൈയിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. ദ ഡാഷ് അഡ്രസ്സിംഗ് മോഡ് ഈസ് സിമിലർ ടു register indirect addressing mode except that an offset is added to the contents of the register. The offset and register are specified in the instruction. Options: base indexed plus displacement, indexed, displacement. അപ്പം ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് പോലെ തന്നെ, പക്ഷേ കണ്ടൻറ് ഓഫ് രജിസ്റ്ററിൻ്റെ കൂടെ ഒരു ഓഫ്സെറ്റും കൂടെ ആഡ് ചെയ്തിട്ടാണ് വരുന്നത്. ഓഫ്സെറ്റ് ആഡ് ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓപ്ഷൻ 4 ഡിസ്പ്ലേസ്മെൻറ്റ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെറ്റ് 2017 ജനുവരിയിൽ ചോദിച്ച ക്വസ്റ്റ്യനാണിത്. മാച്ച് ദ ഫോളോയിങ്. അഡ്രസ്സിംഗ് മോഡും ലൊക്കേഷൻ ഓഫ് ദ ഓപ്പറൻറ്റും തന്നിട്ടുണ്ട്. അഡ്രസ്സിംഗ് മോഡുകൾ ഇംപ്ലൈഡ്, ഇമ്മീഡിയറ്റ്, രജിസ്റ്റർ ഇൻഡയറക്റ്റ്. ലൊക്കേഷൻസ് പറഞ്ഞേക്കുന്നത് രജിസ്റ്റേഴ്സ് വിച്ച് ആർ ഇൻ CPU. രജിസ്റ്റർ സ്പെസിഫൈസ് ദ അഡ്രസ് ഓഫ് ദ ഓപ്പറൻറ്റ്, സ്പെസിഫൈസ് ഇൻ ദ രജിസ്റ്റർ, സ്പെസിഫൈഡ് ഇംപ്ലിസിറ്റ്ലി ഇൻ ദ ഡെഫിനിഷൻ ഓഫ് രജിസ്റ്റർ. അപ്പോൾ ഇംപ്ലൈഡ് ആണ് ഇംപ്ലിസിറ്റായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇംപ്ലൈഡ്, സ്പെസിഫൈഡ് ഇംപ്ലിസിറ്റ്ലി ഇൻ ദ ഡെഫിനിഷൻ ഓഫ് രജിസ്റ്റർ. ഇമ്മീഡിയറ്റ് ആകുമ്പോൾ ഡയറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷനിൽ തന്നെ വാല്യൂ കൊടുക്കും. സ്പെസിഫൈഡ് ഇൻ ദ രജിസ്റ്റർ വിച്ച് ആർ ഇൻ CPU. രജിസ്റ്റർ ഇൻഡയറക്റ്റ് ആകുമ്പം രജിസ്റ്റർ സ്പെസിഫൈസ് ദ അഡ്രസ് ഓഫ് ദ ഓപ്പറൻറ്റ്. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് നെറ്റ് 2019 ഡിസംബറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. An instruction is stored at a location 500 with its address field at a location 501. The address field has the value 400. The processor register R1 contains the number 200. Match the addressing mode list 1 given below with effective address list 2 for the given instruction. ലിസ്റ്റ് 1 ഡയറക്റ്റ്, രജിസ്റ്റർ ഇൻഡയറക്റ്റ്, ഇൻഡെക്സ് രജിസ്റ്റർ, റിലേറ്റീവ്. അപ്പം അഡ്രസ്സിങ് മോഡ് തന്നിട്ടുണ്ട്, അതിൻ്റെ എഫക്റ്റീവ് അഡ്രസ്സ് കാണണം. അപ്പം ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് 500-ലാണ്. അപ്പം അതിൻ്റെ അഡ്രസ് ഫീൽഡ് 501-ലായിരിക്കും. അതിൻ്റെ അകത്ത് അഡ്രസ് ഫീൽഡിൽ അതിൻ്റെ അകത്തുള്ള വാല്യൂ 400 ആയിരിക്കും. പ്രോസസ്സർ രജിസ്റ്ററിൻ്റെ അകത്ത് 200 ആയിരിക്കും. അപ്പം ഡയറക്റ്റ് ആകുമ്പോഴത്തേക്കിനും ഇൻസ്ട്രക്ഷനിൽ തന്നെ നമുക്ക് ഓപ്പറാൻഡിൻ്റെ മെമ്മറി അഡ്രസ്സ്, അപ്പം ഡയറക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും 400 വരും. അഡ്രസ് ഫീൽഡിൻ്റെ വാല്യൂ 400 അല്ലേ, അപ്പം ഡയറക്റ്റ് 400 വരും. ഡയറക്റ്റായിട്ട് തന്നെ ഓപ്പറൻ്റ് കിടക്കുന്ന മെമ്മറി അഡ്രസ്സ് അതിനകത്ത്. രജിസ്റ്റർ ഇൻഡയറക്റ്റ് ആണെങ്കിൽ ഇൻസ്ട്രക്ഷനിൽ തരുന്ന രജിസ്റ്ററിൻ്റെ അകത്ത് ഓപ്പറാൻഡ് കിടക്കുന്നതിൻ്റെ മെമ്മറി അഡ്രസ്സായിരിക്കും വരുന്നത്. അപ്പം 400 + 200 600 അല്ല 200. രജിസ്റ്ററിൽ കിടക്കുന്നത് മെമ്മറി അഡ്രസ്സ്. അപ്പം 200 രജിസ്റ്റർ ഇൻഡയറക്റ്റ് വരുമ്പോൾ 200 ഇൻഡെക്സ്ഡ് ആകുമ്പോഴത്തേക്കിനും ഈ പ്രോസസ് രജിസ്റ്ററിൽ 200 + അഡ്രസ് ഫീൽഡ് 400 600 വരും. റിലേറ്റീവിലാകുമ്പം പി സിയുടെ ഇതെന്ന് പറഞ്ഞാൽ 502 ആയിരിക്കും. 502 + രജിസ്റ്ററിലുള്ള വാല്യൂ അഡ്രസ് ഫീൽഡിൻ്റെ വാല്യൂ 400. അപ്പം 901. A 400 നെക്സ്റ്റ് നെറ്റ് 2018 ഡിസംബറിൽ ചോദിച്ച ക്വസ്റ്റ്യനാണിത്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫസ്റ്റ്, auto increment addressing mode is useful in creating self-relocating code. Second, if auto addressing mode is included in an instruction set architecture, then an additional ALU is required for effective address calculation. Third, in auto increment addressing mode, the amount of increment depends on the size of the data item accessed. Which of the following statement is true? Third one true. The third one മാത്രം true ആണ്. Okay, thank you.